രാജ്യത്തെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നാടകങ്ങളും ട്വിസ്റ്റുകളും നടക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും പുതിയ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് വാർത്താ ഏജൻസി ANI ആണ്. ആ റിപ്പോർട്ട് അനുസരിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ശരത് പവാറുമായും ഒപ്പം തന്നെ രാജ് താക്കറെയുമായി കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. ഷിൻഡെയുടെ വസതിയായ ഔദ്യോഗിക വസതിയാണ് വർഷ ബംഗ്ലാവിൽ വെച്ചായിരുന്നു ശരത് പവാറും ഈ രാജ് താക്കറെയുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഷിൻഡെയും ശരത് പവാറും മറാത്ത വിഭാഗത്തിൽപ്പെടുന്നതാണ്. മറാത്ത സംവരണ പ്രക്ഷോഭമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ആ പ്രക്ഷോഭം വലിയ രീതിയിൽ ആളിക്കത്തിക്കാനുള്ള ശ്രമമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ മറാത്ത വിഭാഗത്തിൽപ്പെടുന്ന ഷിൻഡെയും പവാറും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച അവിടെ നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ രാജ് താക്കറയുടെ MNSുമായിട്ടൊരു അലയൻസിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നത്. രാജ് താക്കറെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 250 സീറ്റുകൾ താൻ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മാത്രമാണ് രാജ് താക്കറെ പിന്തുണ നൽകിയിരുന്നതും. കഴിഞ്ഞ കുറേ നാളുകളായി രാജ് താക്കറെ ഒപ്പം കൂട്ടാൻ BJP ശ്രമിച്ചു വരികയായിരുന്നു. ഒരുപക്ഷെ ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഏക്നാഥ് ഷിൻഡെയോ ഇല്ലെങ്കിൽ അജിത് പവാറോ വിട്ടുപോയാൽ അവിടേക്ക് ഈ രാജ് താക്കറയുടെ MNSനെ കൊണ്ടുവരാനുള്ള നീക്കം BJP നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ശരത് പവാറുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് വളരെ നിർണായകം. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഏക്നാഥ് ഷിൻഡെ ശിവസേനയ്ക്കും ഉദ്ധവ് താക്കറേക്കുമെതിരെ നിശിതമായ വിമർശനങ്ങളാണ് അഴിച്ചുവിട്ടത്. അതിന് തൊട്ടു പിന്നാലെയാണ് മഹായുതി സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ NCPയുടെ അതായത് ശരത് പവാർ വിഭാഗ NCPയുടെ നേതാവായ ശരത് പവാർ ഷിൻഡെയുമായി ചർച്ച നടത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ശരത് പവാറുടെ NCP അജിത് പവാറുമായി ചേർന്നുകൊണ്ട് NDAയുടെ ഭാഗമായി നിൽക്കും. കാരണം അജിത് പവാറുമായി കഴിഞ്ഞ ദിവസം ദില്ലിയിൽ വെച്ചും NCPയുടെ നേതാക്കൾ സംസാരിച്ചിരുന്നു. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അജിത് പവാറും ശരത് പവാറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരുന്നു. ഇങ്ങനെയൊക്കെ കലങ്ങി മറിഞ്ഞ് മഹാരാഷ്ട്ര രാഷ്ട്രീയം മാറുന്നു. ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ മറ്റൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതായത് ഫട്നാവിസ് BJPയുടെ നേതാവ് ഫട്നാവിസ് പറഞ്ഞ തങ്ങൾ 150-ൽ പരം സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ്. ഇതിനോട് ഷിൻഡെ വിഭാഗം പ്രതികരിച്ചില്ല. ഷിൻഡെയും ശരത് പവാറും ഈ MNSുമായി ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ BJP ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സീറ്റുകളിൽ നിന്നും പിന്നാക്കം പോകേണ്ടതായി വരും. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം കൂടി കണക്ക് കൂട്ടിക്കൊണ്ടാകണം ഒരു പുതിയ നീക്കം. ഏതായാലും NDA മുന്നണിയിലായാലും ഇല്ലെങ്കിൽ മഹായുതി സഖ്യത്തിലായാലും വലിയ ഞെട്ടൽ ഉളവാക്കുന്ന കൂടിക്കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.